ബിജെപിയുമായി ബിഡിജെഎസ് അടുക്കുമ്പോഴും എസ്എൻഡിപിയുടെ രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രത്തിന് പുതിയ രൂപം കൈവരുന്നു. മൈക്രോ ഫിനാൻസിൽ സംഘടനയ്ക്കെതിരെ വന്ന കേസിനെക്കുറിച്ച് താഴെത്തട്ടിൽ ബോധവൽക്കരണം നടത്തും. ഇത് തെരഞ്ഞെടുപ്പിൽ സംഘടന സ്വീകരിക്കുന്ന രാഷ്ട്രീയ ലൈൻ അണികൾക്ക് പകർന്നുകൊടുക്കലാണ് ലക്ഷ്യം. എസ്എൻഡിപി യോഗത്തിന്റെ സംസ്ഥാന നേതൃത്വത്തിലെ ആരും ബിഡിജെഎസിന്റെ സ്ഥാനാർത്ഥികളാകേണ്ടതില്ലെന്ന് ഭാരവാഹികളുടെ യോഗത്തിൽ തീരുമാനമായി. എസ്എൻഡിപിയുടെ മുൻകൈയിൽ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുമ്പോഴും യോഗം അതിന്റെ അസ്തിത്വത്തിൽ നിലനിർത്താനായിരുന്നു തീരുമാനം. അതുവഴി പതിവ് രാഷ്ട്രീയ സമ്മർദ്ദം തുടരുക എന്നതായിരുന്നു ഇതിന് പിന്നിൽ. തെരഞ്ഞെടുപ്പിൽ പാർട്ടി ബിജെപി മുന്നണിയുമായി സഹകരിക്കുമ്പോഴും ഇരു മുന്നണിയിലുള്ളവർക്കും വോട്ട് തേടാനുള്ള പ്രതീക്ഷ എസ്എൻഡിപി നൽകുന്നു. താഴെത്തട്ടിൽ ഇതിനുള്ള ക്യാമ്പയിനാണ് എസ്എൻഡിപി ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നതിലും സീറ്റ് നിർണയത്തിലും എസ്എൻഡിപി യോഗം ഇടപെടും. ബിജെപി പ്രതീക്ഷ വച്ചു പുലർത്തുന്ന 10-ലധികം സീറ്റുകളിൽ ഒന്നും ബിഡിജെഎസ് അവകാശമുന്നയിക്കില്ലെന്നും തീരുമാനമായി. അവർ വളർത്തിയ അവർക്കേറെ ജയസാധ്യതയുള്ള ഒരു സീറ്റ് പോലും ഞങ്ങൾ ചോദിക്കാൻ പോയില്ല. അങ്ങനെ ചോദിക്കുന്ന മര്യാദയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല. നേതൃനിരയെ മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പരീക്ഷണമാണ്. പാർട്ടിക്ക് മതേതര സ്വഭാവം കൈവരുന്ന തരത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിനും ശ്രമമുണ്ട്. യു ഷൈജു, മീഡിയ 1, ആലപ്പുഴ.